അതല്ലേ ഈ സാർ സാറിനുള്ള വിളി, എനിക്ക് മനസ്സിലായി. പക്ഷെ കല്യാണത്തിന് മുമ്പുള്ള ഡിങ്കോൾഫി. അയ്യോ, അതിന് മോളിയല്ല, ദേവി എന്റെ ഭാവി വധു. ഓഹോ, അപ്പൊ ഇത് സെറ്റപ്പ് ആണല്ലേ? സെറ്റപ്പ് ഒന്നും അല്ലെന്നേ, ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. നോക്കൂ, എന്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്നതാ. ഈ തവള തവളയോ? തവളയല്ലെന്ന്, പിന്നെ ദേവി ആയിരിക്കും. പ്രൊഫസർ മോഹൻ? അതെ. എലീന? എടാ, ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആളെ വടിയാക്കുന്നോടാ. എലീനയോ? ഇതാണോ എലീന? സത്യമായിട്ടും എനിക്ക് ഇവരെ അറിയത്തൊന്നുമില്ല. ഇച്ചായനിവിടെ? അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? എന്തായാലും നന്നായി. എന്നായാലും ഒരു ദിവസം ഇതെല്ലാം അറിയേണ്ടതല്ലേ? പക്ഷേ ഇങ്ങനെ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതേടി, നിന്റെ നോട്ടത്തെ ഞാൻ വേറൊരു ഉളരായിരിക്കും. പക്ഷെ എനിക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ ചിലത് മനസ്സിലാവും. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഈ വഞ്ചകന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് വെളിവുണ്ടോ മനുഷ്യ? ആട്ടെ, എന്ത് തീരുമാനിച്ചു? നിങ്ങൾ തമ്മിൽ വല്ല ധാരണയിലെത്തിയോ? ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്തിന്റെങ്കിലും നീതയിലുണ്ടെങ്കിൽ ഇവൻ തൊടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടെങ്കിൽ വേണമെന്ന് ഞാനും പറഞ്ഞു. പിന്നെ കാര്യം 150 റുപ്യ എടുത്ത് മേടിച്ച സാധനമാണേ, കാശ് കൊടുക്കുന്നതിനായിട്ട് എണ്ണം ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെ പിച്ചും പേയുമായി പറയുന്നത്? ഈ വഞ്ചകൻ കുറ്റം സമ്മതിച്ചോന്ന്? ഒക്കെ നിഷേധിച്ചടി. പിന്നെ നിങ്ങൾ ഇത്ര നേരം ഇവിടെ എന്നോർത്തുമായിരുന്നു. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി നിഷേധിക്കാൻ പറ്റുമോ? പറ്റും. മുഖത്ത് മാത്രമല്ല, എവിടെ വേണേലും നോക്കി നിഷേധിക്കും. അധ്യാപകൻ കൊണാപ്പി, നീ മുഖത്ത് നോക്കി നിഷേധിച്ചാ മതി കേട്ടോ. ഒരു അധ്യാപകനായ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുന്നു? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മകളെ വശീകരിച്ചിട്ട് അത് നിഷേധിക്കാനുള്ള നിങ്ങളുടെ ഈ തന്റെ ഇടം ഭയങ്കരം തന്നെ. മകളോ? മകളോ? എടി, നമ്മുടെ താരാമോളെ കുറിച്ച് ഞാനോടെ നീ പറയുന്നത്? താരയല്ലാണ്ട് തനിക്ക് വേറെ മകളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അല്ല, പക്ഷേ നീയും ഇവനും ഭർത്താവ് പറയുന്നു ഞാനും അയാളുടെ ഭാര്യയായിട്ട് അവിഹിത ബന്ധത്തിലാണ്. ഭാര്യ പറയുന്നു ഞാൻ അവരുടെ മകളെ വശീകരിച്ചെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത്? ഞാനും നിങ്ങളും തമ്മിൽ എന്നെ മനുഷ്യൻ പറഞ്ഞോ? ഇങ്ങനെ ഒടുക്കത്തെ ഒരു സംശയം. ഇതിനുള്ള മറുപടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. ഭാര്യയുടെ കേസ് സോൾവ് ആയി. ഇനി മകളുടെ കാര്യം. പൊന്നു പെങ്ങളെ, എനിക്കൊന്നും അറിയത്തില്ല. സത്യമായിട്ടും എന്റെ വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞിട്ടിരിക്കുന്നതാ. അയ്യോ, അതെന്റെ മകൾക്ക് അറിയാമോ? ഇല്ല. ഓഹോ, അപ്പൊ വശീകരണം മാത്രമല്ല, ചതിയും തന്റെ കുലത്തൊഴിലാണല്ലേ? നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണമൊക്കെ പറയുന്നത്? എന്റെ മകള് പറഞ്ഞതാ. എന്തോ ഇതും പട്ടും തിരിയാത്ത പെണ്ണല്ലേ? അവൾക്ക് ആള് മാറിയതായിരിക്കും. അവൾക്ക് ആള് മാറില്ല. എന്നാ പിന്നെ ഒരു രസത്തിനോ നേരം പോക്കിനോ ഒരു നുണ പറഞ്ഞതായിരിക്കും. എന്റെ മകൾ നുണ പറയാറില്ല. പിന്നെ നുണ പറയാതിരിക്കും. നിങ്ങളുടെ മോളെന്താ ഹരിചന്ദ്രന്റെ മോളാണോ? അപ്പൊ എന്റെ മോളല്ലേടി? നമ്മുടെ മോളെ ഒരുത്തൻ കള്ളിയെന്ന് വിളിച്ചിട്ട് അതും കേട്ട് തന്തയാണെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇരിക്കുന്ന കണ്ടില്ലേ? ഒന്ന് പ്രതികരിക്കേണ്ട മനുഷ്യ. അത് ഞാൻ ഏറ്റു. എടാ 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 കൊച്ചനെ, ആരോടാ നിന്റെ കളി? എനിക്കറിയാടാ എന്റെ മോളെ ഞാൻ എങ്ങനെയാ വളർത്തിയെന്ന്. എനിക്കറിയാടി. എനിക്കറിയാം, മനസ്സിലായി മനസ്സിലായി. തലയിൽ വെച്ചാൽ ചേര കടിക്കും, മടിയിൽ വെച്ചാൽ നീർക്കോലി കടിക്കും എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പോലും പോയിട്ടില്ലടാ. എങ്ങനെയുണ്ടോ എന്റെ പ്രതികരണം? ചേരയും നീർക്കോലിയും രണ്ടും പാമ്പല്ലേ? പിന്നെ 24 മണിക്കൂറും വെള്ളം അടിച്ച് പാമ്പായി നടക്കുന്ന ഇങ്ങോർക്ക് ചേരയും നീർക്കോലിയും അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ വല്ല സുഹൃത്തുക്കളും ഉണ്ടോ? അങ്ങനെ കിടക്കുന്നവരുടെ തല ഏതാ മടി ഏതാ ഒക്കെ തറയിലല്ലേ? പൊന്നു പെങ്ങളെ, ഞാൻ അത്തരക്കാരനൊന്നും അല്ല. മാനം മര്യാദയായിട്ട് പിള്ളേരെ 4 അക്ഷരം പഠിപ്പിച്ച് ജീവിക്കുന്ന ഒരു മാഷ. ഏതാടാ 4 അക്ഷരം? കായും മായും പൂച്ച തായൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല. എന്റെ പൊന്നു പെങ്ങളെ, എന്നെ ഒന്ന് വിശ്വസിക്കും.
എനിക്ക് നിങ്ങളുടെ മകളെ അറിയത്തും കൂടെ ഇല്ല. ഈശ്വര, ദേവിയായിരിക്കും. ഇനി ഞാൻ അവളെ എങ്ങനെ അടക്കും? ആരാ? ഞാനാണ് സാർ, താര ചാണ്ടി, സാറിന്റെ സ്റ്റുഡന്റ്. ഒന്നും അറിയില്ല അല്ലേ? ഈ താരയാണ് ആ താരയെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇനിയും തന്നെ ഞാൻ വിശ്വസിക്കണോ? സാർ തുറക്കൂ പ്ലീസ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇനി അവളെ ഗർഭിണിയാണോ? ആണോടെ? ആണോ? ഈശ്വര, ഇനി അതും കൂടെ ഞാൻ ഏക്കേണ്ടി വരുമോ? നിങ്ങൾ ഇങ്ങനെ തോക്കിക്കയറി വെടിവെക്കാതെ ഞാൻ തൽക്കാലം ഇതൊന്നും കൈകാര്യം ചെയ്തു. നിങ്ങളുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് വേണ്ട, ചിലപ്പോ അവള് കാള മാറ്റി പറഞ്ഞാലോ. തൽക്കാലം നിങ്ങൾ എന്റെ അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കുക, ഞാൻ അവളോട് സംസാരിക്കാം. അപ്പം നിങ്ങൾക്കെല്ലാം കേൾക്കുകയും ചെയ്യാം, എന്റെ നിരപരാധിത്വം തെളിയുകയും ചെയ്യും. ഇതെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കണം പ്ലീസ്. അടുക്കളയെങ്കിൽ അടുക്കള വാടി. അയ്യോ, അല്ലെങ്കിൽ അടുക്കള വേണ്ട. ഞാൻ പറഞ്ഞില്ലേടി, ഇതൊക്കെയാ ഇവിടുത്തെ ഓരോ സെറ്റപ്പ്. ഇതൊരു സ്ഥിരം ഒളികേന്ദ്രമാണല്ലേ? സെറ്റപ്പ് ഒളികേന്ദ്രമൊന്നും അല്ല. ഞാൻ തൽക്കാലം ഇതൊന്നും കൈകാര്യം ചെയ്തോട്ടെ. എടി മോളി, നീ അടുക്കളയിൽ പോയി ഒളി. ഓ അല്ല, ഇരി. നിങ്ങൾ എന്റെ ബെഡ്റൂമിൽ പോയി ഇരി. അല്ലല്ല, ഒളി ഒളി. താരയോ? വരൂ. സാറ് ഒറ്റയ്ക്കാണോ? അതെല്ലോ. എന്താ, ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, ഒരു ശബ്ദം കേട്ട പോലെ. അത് ഞാനൊരു നാടകത്തിലെ ഡയലോഗ് പറഞ്ഞിങ്ങനെ പഠിക്കുമായിരുന്നു. വാവ്, സാർ അഭിനയിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ മാത്രം. സാറ് വെള്ളം അടിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ, ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഭാവനയ്ക്കൊക്കെ വേണ്ടി. സോറി സാർ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമാണോ? എന്നാ ബാ, ഇങ്ങോട്ട് മാറി നിന്ന് പറയാം. അതെന്താ സാർ? അത് ഈ വാസ്തുശാസ്ത്രം അനുസരിച്ച് അബദ്ധങ്ങൾ ഏറ്റു പറയാൻ പറ്റിയ സ്ഥലം വീടിന്റെ കിഴക്ക് ഭാഗമാണ്. അപ്പം പറയുന്നവർക്ക് ഒരു ധൈര്യമൊക്കെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, കേൾക്കുന്നവർക്ക് കോപം തോന്നത്തുമില്ല. ഓ ഇസ് ഇറ്റ്? ഓ, സാറിന് അറിയാൻ പാടില്ലാത്ത വിഷയങ്ങളില്ലേ? യു ആർ റിയലി എ ജീനിയസ്. അങ്ങനൊന്നും ഇല്ല. താര വന്ന കാര്യം പറയൂ, കേൾക്കാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ഞങ്ങളോ? അതിനിവിടെ ഇപ്പൊ സാർ മാത്രല്ലേ ഉള്ളൂ. അതെ, പക്ഷേ എന്നോടൊപ്പം താരയുടെ മനസാക്ഷി എല്ലാം കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒന്നും മറക്കണ്ട, എല്ലാം പറഞ്ഞോ. അത് പറയുന്നതിന് മുമ്പ് സാറിന്റെ വീടിന്റെ ചുറ്റുപാടും വീട്ടുകാരെ ഒക്കെ മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ എപ്പോഴേ മനസ്സിലാക്കി. എങ്ങനെ? അതിപ്പോ ഉണ്ണിയെ കണ്ട അറിഞ്ഞുകൂടാ, ഊരിലെ പഞ്ഞം. സാർ ഏതുണ്ണിയാ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് താരയെ കണ്ട് അറിഞ്ഞുകൂടെ, താരയുടെ അപ്പം വലിയൊരു തറവാടിയും അമ്മ ഒരു താര സുന്ദരിയൊക്കെ ആണെന്ന്. അവിടെ സാറിന് തെറ്റി. എന്റെ അപ്പൻ ഒരു തറവാടിയല്ല, തറയാടിയാണ്. 24 മണിക്കൂറും വെള്ളമടിച്ച് തറയെ കിടന്നാടുന്നവൻ. പിന്നെ ഒടുക്കത്തെ സംശയരോഗം. അമ്മയാണെങ്കിലോ ഒരു വായാടി. അതുപോലൊരു നാക്കുണ്ടെങ്കിൽ പിന്നെ AK-47 ഒന്നും ആവശ്യമില്ല. താരേ, ഇങ്ങോട്ട് മാറിയെന്ന് പറയാം. പിന്നെ കിഴക്കാണോ നല്ലതെന്ന് പറഞ്ഞിട്ടോ? കുറ്റപ്പെടുത്തുമ്പോ നല്ല വടക്ക വടക്കുന്നാഥം പൊറുക്കട്ടെ. പറ. അങ്ങനെ അവരേതാണ്ട് പിരിയാറായി നിൽക്കുക. അത് തടയാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഒരു സാറുമായി പ്രേമമാണെന്ന്. എൻ്റെ പ്രശ്നം കേൾക്കുമ്പം അവരുടെ പ്രശ്നം മറക്കുമല്ലോ എന്ന് കരുതി. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കൂട്ടത്തിൽ ഏറ്റവും ഹാൻസമായ മോഹൻ സാറിന്റെ പേരാ ഞാൻ പറഞ്ഞത്. സാറ് ഞെട്ടുന്നില്ലേ? ഞാൻ ഞെട്ടിയായിരുന്നല്ല.
പക്ഷെ ഇതിൽ കൂടുതൽ ഞെട്ടൽ ഞാൻ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, കുറച്ചുകൂടെ